ഹലോ ഫ്രണ്ട്സ്, ഞാൻ അപർണ വിവേക്കുമാർ. എല്ലാവർക്കും എവർഗ്രീൻ സ്വാദിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോണ റെസിപ്പിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. എന്താണെന്നല്ലേ, നമുക്കിപ്പോൾ ദോശമാവോ ഇഡ്ഡലി മാവോ ഒക്കെ ബാക്കി വന്നു കഴിഞ്ഞാൽ അത് വെച്ച് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ് ഇന്ന് നമ്മൾ കാണാൻ പോണത്, കുഴിപ്പണിയാരം. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു 5 മിനിറ്റ് കൊണ്ട് കുഴിപ്പണിയാരം എങ്ങനെ റെഡിയാക്കി എടുക്കാമെന്ന് നോക്കാം. നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. മാവിലേക്ക് നമ്മൾ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുന്നത് ആദ്യം ഒന്ന് ചെറുതായിട്ട് എണ്ണയിൽ വഴറ്റിയിട്ടാണ്. അപ്പൊ ഞാൻ നല്ലെണ്ണയിലാണ് ഇത് വഴറ്റിയെടുക്കുന്നത്. 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് 1/2 ടീസ്പൂൺ വീതം ഉഴുന്ന് പരിപ്പും കടലപ്പരിപ്പും ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ കടുകാണ്. ഈ കടുകും കടലപ്പരിപ്പും ഉഴുന്നുപരിപ്പൊക്കെ പൊട്ടി വരുന്ന സമയത്ത് അതിലേക്ക് ഒരു ചെറിയ സവാള നല്ല കുരുകുരേന്ന് അരിഞ്ഞത്, ചെറുതായിട്ട് അരിഞ്ഞതാണ്. അതുപോലെ 2 പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒന്ന് പയ്യെ വഴണ്ട് വന്നാൽ മതിയാവും. ഒരുപാട് ബ്രൗൺ കളറൊന്നും ആവേണ്ട ആവശ്യമില്ല. അപ്പൊ നന്നായിട്ട് ഒരുവിധം വഴണ്ട് വന്നു കഴിയുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. പണിയാരം ഉണ്ടാക്കാനായിട്ട് ദോശമാവോ ഇഡ്ഡലി മാവോ വേണമെങ്കിൽ എടുക്കാം. ഞാനിവിടെ ബാക്കി വന്ന കുറച്ച് ദോശമാവാണ് എടുത്തേക്കുന്നത്. ഇതിലേക്ക് നമ്മൾ വഴറ്റി വെച്ചിട്ടുള്ള ആ കൂട്ടുണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ അതിന്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും കൂടി. ഇനി എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് മാവിൽ യോജിപ്പിച്ചെടുക്കാം. ഈ സമയത്ത് നിങ്ങൾ മാവിൽ ഉപ്പ് ചേർത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ നേരത്തെ ഉപ്പ് ചേർത്ത് വെച്ചിട്ടുള്ള മാവാണ്. ഒരു ഇച്ചിരി ഉപ്പിന്റെ കുറവുണ്ടായിരുന്നു, അതും കൂടി ഇപ്പൊ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി പണിയാരം ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഉണ്ണിയപ്പച്ചട്ടി അല്ലെങ്കിൽ പണിയാരച്ചട്ടി അടുപ്പത്ത് വയ്ക്കാം. അതിലേക്ക് നല്ലെണ്ണ കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് എല്ലാ കുഴികളിലേക്കും നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം, സൈഡിലേക്കൊക്കെ. എന്നിട്ട് നമ്മൾ കലക്കി വെച്ചിട്ടുള്ള ആ മാവ് ഓരോ കുഴികളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റ് വേവിക്കാം. ഇപ്പൊ ഒരു സൈഡ് വെന്തുണ്ടാവും അതിന്റെ. ഇനി അടപ്പ് തുറന്നു കൊടുത്തിട്ട് മറിച്ചിട്ട് കൊടുക്കണം എല്ലാം. അടുത്ത സൈഡും അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പൊ ഇനി അത് കോരി മാറ്റിയിട്ട് നമുക്ക് ബാക്കിയുള്ള മാവും ഇതുപോലെ തന്നെ ഒഴിച്ച് ചുട്ടെടുക്കാം. ഇപ്പൊ രാവിലെ ഇഡ്ഡലിയോ ദോശയോ ഒക്കെ ഉണ്ടാക്കിയിട്ട് മാവ് ബാക്കി വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വൈകുന്നേരം നമുക്ക് പണിയാരം ഉണ്ടാക്കിയ ചായയുടെ കൂടെ കഴിക്കാം. അതുപോലെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇത് കഴിക്കാവുന്നതാണ്. ഇതിന് പ്രത്യേകിച്ച് കറിയുടെ ഒന്നും ആവശ്യമില്ല. അത് വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ആണ്. പിന്നെ ഉള്ളി ചട്നിയുടെ കൂടെ ചമ്മന്തിയുടെ കൂടെയൊക്കെ നല്ല സ്വാദാണ് ഇത് കഴിക്കാനായിട്ട്. നല്ല സോഫ്റ്റ് ആണ്. എല്ലാവരും ഇത് വീട്ടിൽ ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നല്ലൊരു അടിപൊളി റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം.